സാറേ സാറേ അങ്ങോട്ട് തിരിച്ചു വന്നോണ്ടിരിക്കുക അങ്ങോട്ട്. ആ വണ്ടിയിൽ വരുവാണ്. ഇങ്ങനെ വേണം വെച്ചാൽ അങ്ങനെ ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണല്ലോ, അറിയാലോ. ഉണ്ട് നല്ല മാവേലിയാണ് നിങ്ങൾക്ക് തരുന്നത്. സാറേ ഞാനിതാ അന്നേ പറഞ്ഞത് 2 ദിവസം നേരത്തെ വേണമെങ്കിൽ ആളെ കൊണ്ട് തരാമെന്ന്. ഇപ്പം എന്തായാലും വരുന്നുണ്ട്. സാറ് സമാധാനമായിട്ടിരിക്കും. ശരി 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 ഓക്കെ ഓക്കെ. ഒരു സമാധാനമില്ലാത്ത കുറേ ആളുകൾ. ഞാൻ പറഞ്ഞു മറ്റേ ബേക്കറിയിൽ നിന്നാണ് വിളിച്ചത്. അയാൾക്ക് ഒരു സമാധാനമില്ല. നമ്മളിത് കൊണ്ട് ഓടി എത്തണ്ടേ റോഡിൽ കൂടെ. വീണ്ടും വിളിക്കുന്നു. സാറേ സാറേ ഞങ്ങൾ മാവേലിയും കൊണ്ട് ഫ്ലൈറ്റിലല്ല വരണത്. വണ്ടി റോഡിൽ കൂടെ ഓടിയാണ് വരുന്നത്. നിങ്ങൾ മുതലാളിയുടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്ക്. കുറേ മുതലാളിമാരും കുറേ മാനേജർമാരും ഓട്ടണ, അല്ലെങ്കിൽ ഇന്ന് സമയത്തൊന്നും നടക്കൂല. അതല്ലേ മതി മതി മതി. ചവിട്ട് 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 ചവിട്ട്. സാറതാ നിൽക്കുക. ദാമോദരൻ മാവേലിയാണ് ഇവിടെ ഇറങ്ങാനുള്ള ആള്. ദാമോദരൻ മാവേലി ഇതിൽ ദാമോദരൻ മാവേലി ഇതാ എല്ലാം ഞാൻ ഇറങ്ങിക്കോ. ബാബാ ഇവിടെയാണ് ഡ്യൂട്ടി. ഇങ്ങോട്ട് ഒന്ന് പിടിച്ചോ. ഇതാണ് ക്ലീറ്റോ ട്രാൻസ്പോർട്ടേഷൻ തരാന്ന് പറഞ്ഞത്. എന്ത് ഈ ഹെൽപ്പ് പറഞ്ഞതുപോലെ തന്നെ ചെയ്യണത്. ഇത് പോരെ? ഇതിലും വലിയ സൗകര്യം എന്താ വേണം? കാറ്റും വെളിച്ചവും വായു എല്ലാം ഉണ്ടല്ലോ. സുഖമായിട്ട് വന്നില്ലേ ഇവിടെ വരെ? ഇത് മാവേലിയെ ഒരുമാതിരി കളിയാക്കും പോലെ ആയിപ്പോയില്ലേ? സഹോദര, മാവേലി പണ്ട് റോൾസ് റോയ്സിലും ബെൻസിലും ഒന്നും അല്ല പൊക്കോണ്ടിരുന്നത്. മറ്റേ കുതിരപ്പുറത്തും മറ്റേ പല്ലക്കിലും ഒക്കെയാണ് പൊക്കോണ്ടിരുന്നത്. ഇപ്പൊ ഇത്രയും സൗകര്യം തന്നെ. ഇത് കാലം മാറി. കാലത്തിനനുസരിച്ച് നമ്മൾ മാറണം. അത് മാവേലി അങ്ങ് സഹിച്ചോളും കേട്ടോ. അതിനുള്ള ഇത് ഞാൻ മാവേലി മാറ്റോളാം. സാറേ പറഞ്ഞ പോലെ മാവേലി കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണോ ഞാൻ പറഞ്ഞിരുന്നത്? പിന്നെ സാറന്ന് പറഞ്ഞു. ഞാൻ അനുവിന് ഫോട്ടോ അയച്ചു കൊടുത്ത ഈ മാവേലിന് സുന്ദര മാവേലിയല്ലേ, ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് മാവേലിയാണ് ഞാൻ സാറിന്. അപ്പൊ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ക്രിസ്മസിന് നമുക്ക് തന്നെ തരണം. ക്രിസ്മസ് പിന്നെ മറ്റേ ബാക്കി പൈസയും കൂടി ഒന്ന് അതൊക്കെ ശരിയാക്കാം. എവിടെ നിർത്തട്ടെ? അവിടെ അങ്ങോട്ട് മാറ്റി നിർത്തിക്കോ. മാവേലി വാ. അണ്ണൻ വണ്ടി എടുത്തോ. ഒരുപാട് തെറ്റി കൊടുക്കാണ്ടേ. വണ്ടി എടുത്തോ. അങ്ങോട്ടോ അവരെ കൂട്ടത്തിന്നു പറഞ്ഞവരൊക്കെ വിഷ് ചെയ്തോളാം. എല്ലാവർക്കും ഹാപ്പി ഓണം പറഞ്ഞോളേ. വെളിച്ചെണ്ണ അല്ല, ഇനി ആകെ ഇങ്ങനെയൊക്കെ എഴുതിയ ആൾക്കാർക്ക് വായിക്കാൻ പറ്റുമോ? എന്നിട്ട് ഡാഡി വായിക്കുവോ? ഡാഡി എഴുതണ എങ്ങനെയാന്ന് പറയും, ഇങ്ങനെയാണ് എഴുതണേ. ഇനി ബോളിയും വേണം. പിന്നെ ഇത് ഓണക്കോടി. ഓണക്കോടി ഇന്നെല്ലാം നടക്കുന്നു. നിന്റെ തന്തപ്പടി ഇങ്ങോട്ട് വന്നാലല്ലേ ഉള്ളൂ. രാവിലെ ഇറങ്ങി പോയതാ ഒരു പോക്ക്. നാളൊരു നല്ല ദിവസമായിട്ട് എന്നും ഇത് തന്നെയാണ്. ഇതുകൊണ്ടാണ് ഞാൻ തല്ലു പിടിക്കണേ. നീ പറയൂല്ലേ അമ്മ എപ്പോഴും ഒച്ച എടുക്കുവാന്ന്. അല്ല, നമുക്ക് വേണ്ടല്ലേ പോകുന്നേ. ഓണം വന്നേ മാണിക്കച്ചം പഴുക്ക. ഓ ബോണസ് ഒക്കെ കൊണ്ട് പോവാ വീട്ടിലോട്ട്. പൈസ അവിടെ എവിടെയും തട്ടിത്തൂളി അനാവത്തായിട്ട് കളയാതെ നേരെ അവളുടെ കൈ കൊണ്ടുവന്ന് കൊടുക്കുക. അല്ലെങ്കിൽ അവള് നാളെ രാവിലെ ഇവിടെ ഉണ്ടാവും. അതെനിക്കറിയാലോ, ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. അല്ലെ ഓണത്തിൽ ഇവിടെ വന്ന് നടക്കും. സത്യം. ഇവിടെ നേരെ വണ്ടി കയറുന്നു, നെയ്യാറ്റിൻകര ഇറങ്ങി അവർക്ക് വേണ്ട തുണികൾ അപ്പച്ചനും അമ്മച്ചിക്കും വേണ്ട എല്ലാ സാധനം എടുക്കുന്നു. അടുത്ത ഓട്ടോ വിളിക്കുന്നു, നേരെ വീട്ടിൽ പോകും. അതെന്തിനാ അങ്ങനെ ചെയ്യണേ? അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ല. നീ നേരെ ഇപ്പൊ വീട്ടിലോട്ട് പോന്നിട്ട് അവരെ പിള്ളേരെ അവളെയും കൂട്ടി തുണിക്കടയിൽ ചെല്ലാം. അവർക്ക് ഇഷ്ടമുള്ളത് എടുക്കട്ടെ. ഇത്രയും നാളായിട്ട് റോസ്മേരിയുടെ സ്വഭാവം ഇതുവരെ മനസ്സിലായില്ലേ? അവളെയും പിള്ളേരെ കണ്ടൊന്ന് തുണി എടുക്കാൻ നിന്നാൽ കിഡ്നി ഒരു പണയം വെക്കേണ്ടി വരും. ഒരു 12,000 രൂപ കൊടുത്ത സെറ്റ്. ആർക്കറിയാം? എന്റെ പൊന്ന് കനകാതാ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. രാവിലെ പോയേക്കണത്, ഇതുവരെ വന്നിട്ടില്ല. നീ ഇതാണ് അവനെ കൊണ്ട് നമ്മുടെ മാന്തോടിൽ അനിയണ്ണനെ മരിച്ചതിന് ശേഷം പിന്നെ നമ്മള് അങ്ങോട്ട് പോയില്ലല്ലോ. ആ സമയം കഴിഞ്ഞതിന് ശേഷം ഓണായിട്ട് കൊച്ചുങ്ങളെ പോയിന്ന് കണ്ട് ഇച്ചിരി ഓണപ്പൊക്കെ കൊടുത്ത് ഡാഡിയെ കാത്ത് നിക്കണെങ്കിൽ നമ്മ പോയ പോലെ തന്നെ എല്ലാം വരാന്ന് പറഞ്ഞു. അതുകൊണ്ടല്ലേ ഞാൻ വെയിറ്റ് ചെയ്യണം ഇത്ര നേരമായിട്ട്. വിളിച്ചു നോക്ക്. എനിക്ക് തോന്നുന്നില്ല. അങ്ങോട്ട് ഇറങ്ങിയാണോ നീ? രാവിലെ പോവാ. ഭാഗ്യം ബെല്ലുണ്ടോ? സ്പെയർ പാർട്സ് കടയിലൊക്കെ കിട്ടിയത്. ഹലോ ക്ലീറ്റോ, ഇത് എവിടെയാ ക്ലീറ്റോ?
ഞാൻ വഴക്കുണ്ടാക്കണമെന്ന് പറയരുത്. നിങ്ങൾക്ക് ലിസ്റ്റൊക്കെ ഇവിടെ ശരിയായിട്ടുണ്ട്. ക്ലീറ്റു എന്താ വരാത്ത? ക്ലീറ്റു ഈ സാധനങ്ങളൊക്കെ മേടിക്കണ്ടേ? അതൊക്കെ പിന്നെ പറയാം. നിങ്ങൾ മാമൻ വെയിറ്റ് ചെയ്യണം. അവൻ ഇവിടെ വെയിറ്റ് ചെയ്തപ്പോ ക്ലീറ്റു എവിടെ ചെല്ലാന്നാ പറഞ്ഞ അവന്റെ കൂടെ? ആ വരുന്നില്ല. ഭയങ്കര കൊതു. എനിക്ക് എപ്പോഴാണ് ശരി ശരി, അതെങ്കിലും കഴിഞ്ഞിങ്ങോട്ട് വന്നേക്കണേ. എന്താണ്? ഓ നടക്കൂല, മാവേലിനെ സപ്ലൈ ചെയ്യാൻ പോവാന്ന്. കടകളിലേക്ക് കുറെ കൊട്ടേഷൻ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നി ഈ ഓണം ഡാഡി എന്നെ തൂക്കി തൂക്കും പരിപാടി. അതാ പറഞ്ഞ ഡാഡീനെ ആരെങ്കിലും തൂക്കും. അവനെ മിക്കവാറും ഞാൻ തൂക്കുന്നു. എന്തിന്? ഇതുപോലെ പറഞ്ഞു പറ്റിക്കുന്നതിന്. അമ്മാവാ ആ ആണോ? ഉള്ള പൈസ കച്ചവടം ചെയ്ത് പൈസ സമ്പാദിക്കാൻ നോക്ക്. കുടുംബത്തൊക്കെ പിന്നെ കൊടുക്കാം. ശരി ശരി ശരി. അതില്ലേ ഇല്ല, ഇവിടെ ഞാൻ തന്നെ അനിയണന്റെ വീട്ടിൽ പോകുമ്പോൾ ക്ലീറ്റോ കാത്ത് ഇവിടെ നിൽക്കുകയായിരുന്നു. അവൻ ഇവിടെ ഇല്ല. അവൻ വരുന്നില്ല തോന്നുന്നു. എപ്പോ വരുന്ന എനിക്കറിയില്ല. ആ വേറെ എന്തെങ്കിലും നോക്കാം നമുക്ക്. ശരി ശരി. പാലെടുക്കുന്ന വെക്കണില്ല, എളുപ്പത്തിന് തീരാനൊക്കെ വെക്കണുള്ളൂ. ഓണത്തിന് വേണ്ടുന്ന സകല പച്ചക്കറികളും അദ്ദേഹത്തിന്റെ ഫാം ഹൗസിൽ നിന്ന് കൊണ്ടുവരുന്ന അത്യാവശ്യം മേടിച്ചാ മതി. എല്ലാം ഒന്നും ഉണ്ടാവൂല. ഒരുപ്പെട്ടൊക്കെ കൊണ്ടുവരി. ആ ഉള്ളി സവാളയൊക്കെ നമ്മൾ തന്നെ മേടിക്കണ്ട്. അല്ല ഓണം എന്ന് പറയുമ്പോ എല്ലാം കൊണ്ടുവരൂലേ? ഞാൻ പറയുന്നത് വന്ന് നോക്കിയിട്ട് കുറവുള്ളത് കഴിച്ച് മേടിച്ചാ പോരെ. എന്തായാലും ഇഷ്ടം പോലെ സമയമുണ്ട് ഡാഡി. നീ പോണില്ലടാ? ഞാൻ ഇറങ്ങും, ഞാൻ ഇറങ്ങും. ഞാൻ പോയിട്ടാ. ഓണം പങ്കുമൊക്കെ വേറെന്തെങ്കിലും വേണോ? പിന്നെ എല്ലാ കൊല്ലം ഓണം ഉണ്ട്. ഇച്ചിരി സ്ഥലം താടാ. ഞാനില്ലെന്ന് കരുതിയിട്ട് ചേട്ടാ ഒന്നിനൊരു കുറവ് വരുത്താൻ നോക്കിക്കോണേ. എന്നോടാണ്? അല്ല ഞാൻ ഇവിടെ പറഞ്ഞേ, ഒരുപാട് അധികം വെച്ച് കളയല്ലേ. എല്ലാരും അന്വേഷിച്ചു പറയണേ. ഓ ഉറപ്പായിട്ടും വീഡിയോ കോൾ ചെയ്യാം. ഹാപ്പി ആണോ? ഹാപ്പി ആണോ? തങ്കമണി ടാറ്റ. ഓ ടാറ്റാ. പാവം. എല്ലാം ഇനിയൊന്നും ഇല്ലല്ലോ അല്ലേ? ഇനിയൊന്നുമില്ല. അതിനൊരു കാര്യം ചെയ്തേ, നിനക്ക് ഇച്ചിരി പണിയുണ്ടെങ്കിൽ വന്നേ. ആ ഉരുളിയൊക്കെ ഒന്ന് കഴുകി വെക്കണം. നാളെ പായസം വെക്കാനുള്ള കുറെ നാളായിട്ടില്ല. അമ്മ വെർമസലി വെക്കണേ അമ്മ. എല്ലാം വെക്കാം. സുരേഷ് മാവേലി ഇറങ്ങി. അവിടെ പിടിക്കണോ? ഓ ആ ഓക്കെ. ആ ബാക്കിയുള്ളവരും ഇതാ വരുന്നേ. പിന്നെ നമ്മള് പട്ടാളത്തില് അതിർത്തി കാത്ത പോലെയൊക്കെ ഉള്ള ഒരു ആത്മാർത്ഥമായിട്ട് തന്നെ ഈ പണി ചെയ്യണം. പിന്നെ സാറിനോട് അത് നന്നായിട്ട് ചെയ്യാം. എല്ലാം വരണവരെയൊക്കെ നന്നായിട്ട് വിഷ് ചെയ്യണം, ഹാൻഡിൽ ചെയ്യണം. ഓ അതൊക്കെ ഉള്ളൂ, വേറെ നമുക്ക് മാനേജറെ കാണാം. അടിക്കാം. ഉച്ചയ്ക്ക് ഊണൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓ ശരി. സാറേ, നമസ്കാരം. ക്ലീറ്റോ. ഓ പറഞ്ഞ പോലെ ആളെ എത്തിച്ചിട്ടുണ്ട്. ഓ ശരി ശരി. അപ്പൊ നമുക്ക് എവിടെ നിൽക്കാം? ആള് നമുക്ക് ഇവിടെ നിന്നോട്ടെ. അവിടെ നിന്നോട്ടെ. ആ അപ്പൊ അവിടെ നിന്നാ മതി. പിന്നെ പറയും കേട്ടോ സാർ. സാർ അങ്ങോട്ടും ഒരു കാര്യം പറയാനുള്ളത്, ഇദ്ദേഹം ആപ്പൂപ്പ മാവേലി അല്ല, ഒരു റിട്ടയർഡ് പട്ടാളക്കാരനാണ്. കലയോടുള്ളൊരു ഇഷ്ടവും മാവേലിയോടുള്ളൊരു അങ്ങനെ ഒരു സ്നേഹവും ഒക്കെ ഉള്ളതുകൊണ്ട് പുള്ളി വിളിച്ചപ്പം വേറെ ഞാൻ നോക്കുന്നൊരു ഗമയുണ്ട്. അപ്പൊ അങ്ങനെ ആള് വന്നതാണ്. അതുകൊണ്ട് അതിന്റെ ഒരു റെസ്പെക്ട് കൊടുക്കണം. എടാ പോടാ വാടാ ഒന്നും വിളിക്കരുത്. പിന്നെ ഉച്ചക്ക് ഒരു മീൻ വറുത്തത് പൂണിന്റെ അവിടെ ഒന്ന് കൊടുക്കണം. മാവേലിക്കോ? പക്ഷല്ലേ കുഴപ്പമില്ല. നോൺ വെജ് ആണോ മാവേലി? മാവേലി പറയല്, ഇതൊക്കെ വിളിച്ച് പറയല്. പിന്നെ ഇടപെടുന്ന കാര്യങ്ങൾ മറക്കണ്ട. വല്ലപ്പോഴും നമുക്ക് മാസം വല്ലപ്പോഴൊക്കെ ഒരു കോട്ടയൊക്കെ തരണതാണ് കേട്ടോ. അതുകൊണ്ട് അപ്പം പറഞ്ഞ പോലെ സാറ് ബാക്കി ഇത് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ശരി ശരി. പേയ്മെന്റ് ബാക്കി പിന്നെ അതുകൂടെ ഒന്ന് വൈകുന്നേരം അത് ചെയ്തേക്കാം. ധൈര്യമായിട്ട് അത് ഹാപ്പി വേണം. അപ്പൊ സാറേ ഹാപ്പി വേണം. ഹാപ്പി ആണോ? ഹാപ്പി ആണോ? പറഞ്ഞ പോലെ എല്ലാം ഞാൻ ഇനി ഒന്ന് രണ്ടെണ്ണത്തിനും കൂടെ കൊടുക്കാണ്ട്. ആ ആളെ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെ ആഘോഷ പരിപാടികൾ കഴിഞ്ഞ ഒരു പോറലുമില്ലാതെ തിരിച്ചു തരണം കേട്ടാ. ആള് മിടുക്കനാണ്. എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ചെയ്ത് നിങ്ങൾ രണ്ടും കൂടെ നിന്നില്ല, ഒരു ഫോട്ടോ എടുക്കാം. സാറ് മഴയുടെ കൂടെ നിന്നിട്ടേ. ചിരിക്കോ ഞാൻ വാട്സപ്പിൽ അയച്ചുതരാം സാറിന്. അപ്പൊ ഓക്കെ സാർ, എവിടെ നിർത്തണമെന്നുള്ള സാറ് സൗകര്യം പോലെ നിർത്തിക്കോ. എല്ലാ നിലയിലും കയറി ഇറങ്ങണം കേട്ടാ. എല്ലാ ഫ്ലാറ്റിലെ ആളുകളെയൊക്കെ കണ്ട് വിഷ് ചെയ്ത് എല്ലാം സാർ പറഞ്ഞു. ശരി സാർ, അപ്പൊ ഹാപ്പി വേണം. ശരി എന്നാ സാർ എവിടെയാണ് നമ്മളെ ഫ്ലാറ്റ്? ഓ ശരി.
വണ്ടി കുറച്ചുകൂടെ വലുതാക്കണം കേട്ടോ അടുത്ത ഓണത്തിന്. ആ സുധാരൻ മകൾ ഇറങ്ങി. അതൊക്കെ ക്ലീറ്റോ ഏതാ ഈ മാവേലി? അതാണ് ഞാനും ആലോചിക്കണം. മാനേജർ അവിടെ ഉണ്ട്, നമുക്ക് ചോദിക്കാം. ബാ. ആണ് ഇവിടെ ഉണ്ട്. സാറേ നമസ്കാരം. സാറേ നമ്മൾ പറഞ്ഞ മാവേലി ഞാൻ കൊണ്ടുവന്നു. നിങ്ങൾ ഉറപ്പൊന്നും പറഞ്ഞില്ലല്ലോ, തിരക്കാണ്. അല്ല സാറേ, ഞാൻ സാറിന് ഫോണിൽ സംസാരിക്കാൻ ഞാൻ പറഞ്ഞില്ലേ, നോക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ. നോക്കാന്നല്ലേ പറഞ്ഞോളൂ, അല്ലാതെ ഒന്നാമത് ഓണത്തിന്റെ തിരക്കാണ്, എനിക്ക് വേറെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അല്ല എന്താ പറയുമ്പോ അയാളെ നമ്മള് പറഞ്ഞ് ഇവിടത്തേക്ക് വേണ്ടിയിട്ട് ഇത് വേറെ വർക്ക് ഉണ്ടായിരുന്ന ആളിലാണ് ഞാൻ കൊണ്ടുവന്നത്. ഒരാളെ കൂടെ ഇവിടെ നിർത്തിക്കൂടെ സാറേ? ഈ ഒന്നാമത് ഓണത്തിരക്കാണ്. അല്ല കളറായിക്കോട്ടെ സാറേ, ഒരു മാവേലി കൂടെ അടുത്ത നിന്നാ. പ്രാവശ്യം ചെയ്യാം, അടുത്ത പ്രാവശ്യം ചെയ്യാന്ന്. അല്ല എന്നാ പിന്നെ എന്തെങ്കിലും ചില്ലറയൊക്കെ കൊടുക്കാൻ. ഒരു കാര്യം ചെയ്യ്, ഓണം കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഇപ്പൊ തൽക്കാലം ഒന്ന് പോട്ട്. ഭയങ്കര തിരക്കുന്ന കടയിൽ കണ്ട തിരക്ക് കണ്ടില്ലേ? ഓ ആ ഹലോ ആ അയാൾ ഇമ്മാരത്തെ പണി കാണിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചു. ക്ലീറ്റോ ഇതെന്ത് പരിപാടി ഇത്? ആ ഞാൻ കേട്ടല്ലേ, ഞാൻ ഇവിടെ എല്ലാം പറഞ്ഞു വെച്ചാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞ. അല്ല ഇനിയിപ്പോ വേറെ കട ഉണ്ടാ? എനിക്ക് ഇഷ്ടലിന് വേറെ കടയൊന്നുമില്ല. എന്ത് ചെയ്യാൻ, നമ്മൾ ഓരോന്ന് നമ്മൾ വിചാരിച്ചു വരുമ്പോ എനിക്ക് വേറെ പണിയില്ലാതാക്കരുത്. അണ്ണാ ഒന്ന് സമാധാനമായിട്ടില്ല, ഞാൻ 100 ടെൻഷൻ്റെ ഇടയിൽ നിൽക്കണം. അണ്ണാ മണിയെണ്ണം പൊയ്ക്കോ, ഞാൻ പൈസ ഗൂഗിൾ പേ ഇട്ടേക്കാം. പൊയ്ക്കോ. ഓ തങ്കം, നിനക്ക് എന്താ വേണ്ടത്? സാധനമൊക്കെ വാങ്ങിക്കാം, ഞാൻ ഇവിടെ 100 ടെൻഷൻ്റെ ഇടയിൽ നിൽക്കാം. നീ ഫോൺ വെച്ചാ ഭ്രാന്ത് പഠിപ്പിക്കേ. അണ്ണ ഒരു കാര്യം ചെയ്, അണ്ണൻ വീട്ടിൽ പോയി ഇരിക്കേ. നമുക്ക് എന്തെങ്കിലും പരിപാടികൾ ഞാൻ ഉണ്ടെങ്കിൽ അണ്ണനെ വിളിക്കാം. അങ്ങനെ ഞാൻ പോണില്ല, എനിക്ക് എന്തെങ്കിലും ജോലി ഒപ്പിച്ചെന്നേ പോകും. എന്നെ വേറെ 2-3 സ്ഥലത്ത് വിളിച്ചതാ. വർത്താനം വേണ്ട, ഇതൊക്കെ എല്ലാരും പറയണ എന്നെ. നോക്കാം. അധികം പൊടിയൊന്നും ഇല്ല. എന്താ എന്റെ അമ്മേ, അമ്മ അങ്ങോട്ട് മാറിക്കേ. ഈ പൊടിയെല്ലാം കൂടെ അടിച്ച് ഇനി അടുത്ത അസുഖം വരും. പിന്നെ അയ്യോ എന്താണ് ഇതൊക്കെ കത്തിക്കേണ്ട സമയം കഴിഞ്ഞു കേട്ടോ. ഇങ്ങോട്ട് താ. ഇത് എന്തിനാണ് ഇതിന് വെച്ചോണ്ടിരിക്കണത്? ഇത് കളഞ്ഞിട്ട് നമുക്ക് പുതിയ ഒരെണ്ണം വാങ്ങിക്കാം. എനിക്ക് പുതിയത് വേണ്ട, വല്ല മെത്തയിലൊക്കെ കിടന്ന എനിക്ക് എന്റെ പുറന്നോവും. മാറി ഇങ്ങോട്ട്. ഞാൻ മാർക്ക് ഇങ്ങോട്ട് നീങ്ങിയിരിക്കല്ലെങ്കിൽ എനിക്ക് നീങ്ങിയിരുന്നാ മതി. ഇന്നല്ലോ നോക്ക് പൊടി. എന്തോന്ന് പൊടി? വലിയ പൊടിയൊന്നും ഇല്ല. അമ്മയ്ക്ക് കണ്ണിന്റെ കാഴ്ചയും പോയി, അത് തന്നെ. അയ്യോ വലിയ പൊടി. ഓണാകുമ്പോ ഇപ്പൊ നല്ല ഓഫർ ഉണ്ട്. വേണ്ട 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 വേണ്ട, എനിക്കൊരു ഓഫറും വേണ്ട, എനിക്ക് എന്റെ പഞ്ഞി മെത്ത മതി. ആരാ? അമ്മാവനാ. എന്ത് ഓണായിട്ട് തിരക്കോട് തിരക്ക്, നിന്ന് തിരിയാൻ സമയമില്ല. അതുകൊണ്ടാണ് ഈ പച്ചക്കറി കൊണ്ടുവരാൻ ഒരാളെ അങ്ങോട്ട് വിടാൻ പറഞ്ഞു. ആര് കേൾക്കാൻ? എന്റെ പൊന്നിട, ഒരുത്തൻ നേരം വെളുത്തപ്പോ പോയതാ, വേറൊരുത്തൻ നേരം വെളുത്തപ്പോ മുതൽ പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നു. രണ്ടുപേർക്കും സമയമില്ല. അല്ല എവിടെയെങ്കിലും പോകണമെങ്കിൽ അവരല്ലാതെ പിന്നെ ഇവിടെ വേറെ ആരാ ഉള്ളത്? കടയെന്ന് വിളിയോട് വിളിയാണ്. അതിലിടയ്ക്ക് അവിടെ പച്ചക്കറി കൊടുക്കുമ്പോ വീട് മറന്നാലോചിച്ചിട്ടാണ് ഇല്ലാത്ത സമയം ഉണ്ടാക്കിയിട്ട് ഈ സാധനം ഞാൻ അങ്ങോട്ട് കൊണ്ടിരുന്നത്. ഓ ഞാൻ എടുത്തോളാം. ഞാനേ ആ മാന്തൊടിയിലെ അനിയണ്ണന്റെ വീട്ടിൽ ഒന്ന് പോണായിരുന്നു, അപ്പുറത്തലയിലൊന്ന് പോണായിരുന്നു. അപ്പുറത്തല്ല. ഓ അപ്പൊ അതിനോട് റെഡിയാ നിൽക്കരുത്. രാവിലെ പോലെ അവനെ കാത്തിരിക്കുക, അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, വരുന്നില്ല. എന്നാ പിന്നെ മാപ്പുറത്തല പോകണ്ടെങ്കിൽ കുറച്ച് പച്ചക്കറി വേണാണ്ട് കൊണ്ടുകൊടുത്തോ, എന്റെ അന്വേഷണം പറയും. ഓ ഇടാ, വൈകുന്നേരത്ത് വരുമ്പം അവളെയും കൊണ്ട് നേരത്തെ എത്തണം കേട്ടാ. ആ സമയം അല്ല എവിടെ പോണ്? ചോറിന്റെ ഊണ് കഴിക്കുക, നിന്ന് തിരിയാൻ സമയമില്ല കുട്ടിയെ. ചായ കുടിച്ചിട്ടില്ല, എല്ലാ കടയിലും ഇത് എത്തിക്കണ്ടേ. ചായ കുടിച്ചിട്ട് ഒന്നിനും സമയമില്ലടാ. ഞാനിപ്പോ ഇത് നിങ്ങൾ ആരെങ്കിലും വന്നെങ്കിൽ ഇപ്പൊ ഈ സമയം പോയി. ഇനി 2-3-4 കടകളിൽ പോണം. വൈകിട്ട് നോക്കാം, ചിലപ്പത്തിന് വഴുകുന്നാലും വരാം കേട്ടോ. മാപ്പുറത്തല്ലേന്റെ അന്വേഷണം പറയും. കുറച്ച് പച്ചക്കറി കൊണ്ടേക്കും. ഓ ആ ക്ലീറ്റോനോട് നാളെ ഓണാണ്, എപ്പോഴേലും വരാൻ പറ. കാണുമെങ്കിൽ പറയാം. തോന്നണില്ല പക്ഷെ. ചേട്ടനെ ഇനി ആരും നോക്കി നിക്കുക? ക്ലീറ്റോ ചേട്ടനെയാ? അത് വന്നത് തന്നെ, ചെല്ലാൻ നോക്ക്. പിന്നെ ഓണമാണെന്ന് വല്ല ബോധം ഉണ്ടാടി അവന്. അവളാണെങ്കിൽ കട കൊടുക്കാനുള്ള ലിസ്റ്റൊക്കെ എഴുതി വെച്ചോണ്ടിരിക്കുക. അതല്ല, അവൻ എവിടെയോ പെട്ട് കാണും, അല്ലെങ്കിൽ എപ്പോഴേ ഇനി വന്നേനെ.
എന്റെ പൊന്നു സുധാരണ, നിങ്ങൾ എന്റെ പുറകെ ഇങ്ങനെ നടന്നിട്ട് കാര്യമല്ല. നിങ്ങൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കാം അങ്ങോട്ട്. ഇത് വല്ല വയ്യാവേലി ആയല്ല. എന്റെ പൊന്ന് ക്ലീറ്റോ അല്ലേ പറഞ്ഞു എനിക്ക് ജോലി ശരിയാക്കി തരാമെന്ന്. എനിക്ക് ഇതുവരെ ജോലി ശരിയായില്ല, ഞാൻ വേറൊരു ജോലി ശരിയായതായിരുന്നു. ഞാനിതിപ്പോ മനഃപൂർവ്വം അല്ലല്ല. ഞാൻ നോക്കട്ടെ, ഒരിടത്തും കൂടെ ഞാൻ വിളിച്ചു നോക്കാം. നിങ്ങൾ ഇങ്ങനെ എന്റെ പുറകെ നടക്കേണ്ട കാര്യമൊന്നുമില്ല. സർവശക്തി കമ്പിക്കട. വി ഹെൽപ്പ് ഇൻ ദ ക്ലീറ്റസ്. പിന്നെ ഹാപ്പി വേണം. അല്ല, നമുക്കേ ഒരു മാവേലിയെ അവിടെ വേണമെങ്കിൽ ഞാൻ സെറ്റാക്കി തരായിരുന്നു. അല്ല, പൈസയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. ആണോ? ഓ, എന്നാ ശരി. ഓക്കെ. അവർക്കും വേണ്ടെന്ന്. അവർക്ക് ഇപ്പോൾ വാമനനെ കിട്ടിയിരുന്നു. വാമനൻ മതി. ഞാനിനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്? നിങ്ങൾ പോവാൻ നോക്ക്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. അതൊന്നും പറഞ്ഞാൽ ശരിയാവൂല ക്ലീറ്റോ, എനിക്ക് ജോലി ഒപ്പിച്ച് തന്നേ പറ്റും. എന്തൊരു തലവേദനയാണിത്. ഹലോ ക്ലീറ്റസേ, മാവേലി സ്വന്തമായിട്ട് അങ്ങ് മേടിച്ചാ? വാ, 50% ഡിസ്കൗണ്ടിൽ ഒരെണ്ണത്തിന് കിട്ടിയപ്പോൾ ഞാൻ വാങ്ങിച്ച്. വേണമെങ്കിൽ 25% ഡിസ്കൗണ്ടിൽ തരാം. വേണോ? ഓ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഓ, അടുത്ത ഓണത്തിന് മുമ്പെങ്കിലും ആലോചിച്ചിട്ട് പറയണേ. ഓ ചൊറിയാനായിട്ട് കുറേ ഇറങ്ങിയിട്ടുണ്ട്. അണ്ണാ, നിങ്ങളൊന്ന് പോകണ. ഇത് മാവേലിയെ പിടിച്ച് മറ്റേ. എന്റെ ക്ലീറ്റോ, അങ്ങനെയൊന്നും ഞാൻ പോകൂല. എനിക്ക് ജോലി ശരിയാക്കി തരാൻ ഞാൻ പോണ പ്രശ്നമേ ഇല്ല. എനിക്ക് വീട്ടിൽ പോയിട്ട് കുറെ ആവശ്യങ്ങളുണ്ട് എന്റെ കുടുംബമായിട്ട്. എന്നാ ഞാൻ അവിടെ വന്നിരിക്കാം. എന്നാ ഈ കുടയൊന്ന് പിടിച്ചേ, കുറെ നേരമായി ഞാൻ ചുവന്നുകൊണ്ട് കിടക്കുന്നു. ആ തങ്കം, ഞാൻ ദാ എത്തി വീട്ടിന്റെ അവിടെ. നീ ബഹളം വെക്കല്ലേ, ഇതാ വരുന്നു. ഓ, ഒരു സമാധാനം ഇല്ലാത്ത. ക്ലീറ്റോ, എനിക്ക് മാത്രം ജോലി ആയില്ല. ഞാൻ ഇനി എന്ത് ചെയ്യും? എടാ, നാളെയല്ലേ തിരുവോണം, നീ ഇന്നേ മാവേലിയും കൊണ്ടിങ്ങ് പോന്നാ? എന്റെ അമ്മ, ഇത് അധികം വന്ന മാവേലിയാണ്. അവിടെ ഇരിക്കണം. അധികം വന്ന മാവേലി പിടിച്ചൊന്ന് അടങ്ങി സമാധാനമായിട്ട് ഇരിക്കും. അതെ, ഓണം കഴിയണവരെ മാവേലി നമുക്ക് ഇവിടെ നിർത്തിയാൽ നല്ല കളറാവും. ഞാൻ ഡിസ്കൗണ്ട് ചെയ്ത് തരാം, നല്ല ഡിസ്കൗണ്ട് തരാം. അമ്മ എന്താ പറയണമ്മ? വേറെ ജോലിയൊന്നും. ഒന്ന് തമാശ നിർത്തിയേ ക്ലീറ്റോ. വന്നേ കടയിൽ പോവാന്ന്. എനിക്ക് വന്നിട്ട് വേണം, 100 കൂട്ടം പണിയുണ്ട്. അങ്ക, ഞാൻ 100 ടെൻഷൻ്റെ ഇടയാണ് ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞത്. എന്റെ പോലീസ് കളിയാ ഇവിടെ. പിന്നെ ഇത്ര സമയങ്ങൾ 20 കാത്ത് ഇവിടെ നിന്നിട്ട് ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങി. പോകാം. ഓ, പോവാ. എല്ലാം ഓക്കെ. സഞ്ചിയൊക്കെ എടുത്ത് എല്ലാരും. ക്ലീറ്റോ ചേട്ടാ, പോണന് മുന്നേ മാവേലിനെ സേഫ് ആക്കിക്കോയെ, അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴത്തേക്ക് മാവേലിയുടെ പൊടി പോലും കാണത്തില്ല. വേണ്ട, ഇതിന് തൊട്ടുള്ള കളിയൊന്നും വേണ്ട. ഇങ്ങനെ ഒന്ന് കണ്ടാ മതി കേട്ടാ. ആവശ്യമില്ലാതെ തൊട പിടിക്കുകയൊന്നും ചെയ്യരുത്. അത് പൈസ കൊടുത്ത് വാങ്ങിച്ച് നിർത്തിക്കണാണ്. ഹലോ. ആ, ഓ സാറേ, ഈ ഹെൽപ്പ് ചുമ്മാ 3 എണ്ണം അല്ലേ? തരാം സാർ. പേരെന്താ? എത്ര എണ്ണം? പേര് സുധാകരൻ. ആ, ഓ, ഉണ്ട്. ഉടനെ എത്തിച്ചേരാം. അഡ്വാൻസ് ഒന്ന് ഇട്ടേക്കാമോ? ഇത് GPay നമ്പറാണ്, ഇതിലോട്ട് ഇട്ടാൽ മതി. 1000 രൂപ ഇട്ടാൽ മതി. ആ, ശരി. എത്തിക്കാം. തങ്കം, ഇതിനിടയ്ക്ക് വേറൊരു ചെറിയൊരു കൊട്ടേഷൻ. ഇവിടെ ലയൺസ് ക്ലബില് ഒരു 3 പുലിയെ കൊടുക്കണം. ഇവിടെ അപ്പൊ ഈ സാധനങ്ങളൊക്കെ ആര് വാങ്ങിക്കും ക്ലീറ്റോ? സാധനം നിങ്ങൾ പോയി വാങ്ങിയത്. 3 പുലിയും കൂടെ 6000 രൂപയാണ്. കളയണതിനാണ്, വെറുതെ ഓണമല്ലേ. എന്തൊരു കഷ്ടമാണ് നോക്കി. നിങ്ങൾ അങ്ങ് പോയേച്ചി. അതല്ലെങ്കിലും അങ്ങനെയല്ലേ, ഇവിടെ ഒരു നല്ല കാര്യത്തിന് ഞങ്ങളുടെ കൂടെ ആരെങ്കിലും ഉണ്ടാവാറുണ്ടോ? താ ഇങ്ങോട്ട് മതിയല്ല, പോരെ. തന്നെ 1000 രൂപ കൂടി മതി. അത്രയും അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിച്ചാൽ വരുവോ? സുധാരണ, പിന്നെ ഒരു ചെറിയൊരു കൊട്ടേഷൻ വന്നിട്ടുണ്ട്. പക്ഷെ അവർക്ക് മാവേലി വേണ്ട, അവർക്ക് പുലിയാണ് വേണ്ടത്. തൽക്കാലം ഈ മാവേലി മാറ്റിയിട്ടൊന്ന് പുലി ആവാൻ പറ്റുമോ? പുലി എങ്കിൽ പുലി, ഞാൻ റെഡി. ഞാൻ റെഡി. എന്നാ പിന്നെ ബാ, ആ കുട എടുത്തു നമുക്ക് പോണ വഴിക്ക് അവിടെ കൊടുക്കാം. വാ, സ്ക്രീൻ നടന്നു. നല്ല തിരക്കാട്ടാ ക്ലീറ്റോ ചേട്ടന്. മക്കളെ, സാമ്പാറിനാണോ അത്? വേണ്ടേ, സവാള മാത്രം പോരാ, ഒരു 10 കഷ്ണം ഈരുള്ളിയും കൂടെ അരിഞ്ഞ് അതിലോട്ട് ഇട്ടേരാ. ഈരുള്ളി അതെന്തുവാ? കൊച്ചുള്ളി അതാണ് മുറിക്കണ്ട. ആ മുറ അങ്ങോട്ട് കൊടുത്തേ. അമ്മ കൊറേ നേരം വെറുതെ ഇരിക്കണം. മനുഷ്യനൊക്കെ ഓരോന്ന് അരിഞ്ഞരിഞ്ഞ് എടുത്തരി. അരി നാത്തൂനും കൂടിയാ സാമ്പാർ വെക്കണ്ടേ. എന്തൊരു ബഹളാണ്. ആര് കിടന്ന് തുറക്ക. നാത്തൂനും കൂടി വേണം. നാത്തൂനും കൂടെ സാമ്പാർ വെക്കണോന്ന്.
അതൊക്കെ എനിക്ക് പകരം അവക്ക് അറിയാം എനിക്ക് വയ്യെന്ന്. അയ്യോടി കാര്യമുള്ള കാര്യത്തിനകത്ത് കായൊക്കെ പഴുത്തോടി. എടി വാ തുറന്ന് പറയാൻ പറ്റില്ല, ചോദിക്കുന്ന കേട്ടല്ലേ. പഴുത്ത് നീ പഴുത്തില്ലെങ്കിൽ എന്താണ്? അല്ല പഴുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കായൊക്കെ ഇപ്പൊ എന്താ വില അറിയോ? കിലോനെ 90 റുപ്യ. ഞങ്ങൾ കൃഷിക്കാർക്ക് കിട്ടുന്നത് ആകെ 50 റുപ്യ പോലും കിട്ടുന്നില്ല. ഇടത്തലക്കാരാണ് ഈ കാശ് മുഴുവൻ കൊണ്ടുപോകുന്നത്. ഞാൻ അങ്ങോട്ട് വരും കേട്ടാ. എന്തേ എടി ഇന്നും നാളെ എന്നൊക്കെ പറഞ്ഞ അവരുടെ ദിവസം അവര് കളിക്കട്ടെ. എന്റെ അമ്മ ഇത് വല്ലാത്തൊരു രാവിലെ തുടങ്ങിയതാ. ഇത്രയും ഇതുണ്ടോ? ആ കനകം വന്നിട്ട് വേണം അപ്പുറത്തലയിലെ കാര്യങ്ങൾ എന്താന്നൊക്കെ അറിയാൻ. നാളത്തെ പൂവൊക്കെ പിച്ചു വെച്ചാ? എത്ര നാളുകൊണ്ട് ഞാൻ പറയുന്നത് നമുക്ക് അവിടെ വരെ ഒന്ന് പോവാൻ കണ്ടിട്ട് വരാന്ന്. അന്നേരം വരത്തില്ലല്ലോ. എടി സമയം വേണ്ടേ? പിന്നെ ആവശ്യമില്ലാത്തടത്തൊക്കെ പോവാൻ സമയമുണ്ട്. അവിടെ പോവാനാ നിങ്ങക്ക് സമയമില്ലാത്തത്? ആ എനിക്ക് 100 കൂട്ടം പരിപാടി ഉണ്ട്. എന്റെ പോലെ വീട്ടിലിരുന്നാ പോരാ. എന്റെ പൊന്നി വഴക്കുണ്ടാക്കല്ലേ, അതിനുള്ള സമയമാണല്ലോ. എന്തായാലും ഓണത്തിനുള്ള കൊല മുഴുവൻ വിറ്റ് കഴിഞ്ഞാൽ ആ ഒരു സമാധാനത്തിലായിരിക്കും. എന്നിട്ടാണ് ഞങ്ങൾക്ക് ഒന്നും തന്നില്ലല്ലോ. എന്ത് കൊല മുഴുവൻ വിറ്റെന്ന് പറഞ്ഞിട്ട്? ചെലവുണ്ട്. ഓണം കഴിയട്ടെ. ഓണം കഴിഞ്ഞിട്ടാണോ ചെലവ്? പിന്നെ ഓണത്തിന് എന്ത് ചെലവാടി? പച്ചക്കറിയിലെ ഓണത്തിന് പൈസ ആയിട്ട് മതി, സാധനങ്ങളൊന്നും വേണ്ട, ഞങ്ങൾ പോയി വാങ്ങിച്ചോളാം. പൈസ തന്നിട്ടുള്ള പരിപാടിയില്ല. ഈ ഓണത്തിന്റെ വെജിറ്റബിൾ ഒക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോ അതല്ലാത്തൊരു ചെലവുണ്ട് മാമ. എനിക്ക് വേണ്ട. അവരുടെ ഇഷ്ടമുള്ളത് വാങ്ങിക്കാനായിട്ട് പൈസ കൊടുത്താൽ മതി. അതന്നെ. നിങ്ങളുടെ ഇഷ്ടത്തിനാണോ സാധനം വാങ്ങിക്കുന്നത്? അതന്നെ. ഞങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സ് ഞങ്ങൾ തന്നെ പോയി വാങ്ങിച്ചോളാം. 1500 തന്നാ മതി എനിക്ക്. പാവം പിള്ളേർക്ക് ഓരോ ഡ്രസ്സ് എടുത്തു കൊടുക്കും ഓണത്തിന്. അപ്പൊ നിങ്ങൾക്ക് ഓരോ ഡ്രസ് മതിയോ? അയ്യടാ ഞാൻ ഓരോ പവന്റെ സ്വർണ്ണം എടുത്തു തരാന്ന് കരുതിയതാ. അമ്മാവിന്റെ കയ്യിൽ നിന്ന് അത്ര ലാഭം കിട്ടുകൊണ്ട് പറഞ്ഞ ഡ്രസ് എടുത്തു തരാം. മാവേലിയായിട്ട് പോയിട്ട് പുലിനെ കൊണ്ട് തിരിച്ചു പോന്നോ? ഈ പുലിനൊക്കെ കൊടുത്തില്ലേ? ഒന്നും പറയണ്ടെന്നേ. ഇവിടുന്ന് ആ ലയൺസ് ക്ലബ്ബില് അവിടെ 3 പുലി വേണമെന്ന് പറഞ്ഞ അവന്മാര് എമർജൻസി ആയിട്ട് വിളിച്ചു. ഞാനെന്ത് ആ തങ്കച്ചന്റെ മക്കൾ ഏലിയസിനെ ജോർജിനെ അവിടെ പുലിയായിട്ട് അവിടെ ചെല്ലാൻ പറഞ്ഞു. അവിടെ നിന്ന് ഇയാളെ പുലിവേഷം കെട്ടിച്ച് അവിടെ കൊണ്ടുവന്നപ്പോ 2 പുലി മതി, 1 പുലി ഞങ്ങളുടെ സെക്രട്ടറി പുലിവേഷം കെട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു വിട്ടു. ഇയാളുടെ സമയദോഷമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ പൊന്ന് ക്ലീറ്റോ പിറക്കെ നടന്നിരുന്ന എനിക്ക് മതിയായി. എനിക്ക് എന്തായാലും തന്നേക്ക്, ഞാൻ അങ്ങ് പോക്കേക്കാം. ആടാ ഓണക്കല്ലടാ എന്തേലും കൊടുത്തു വിട്ടോ പൊക്കോട്ട കുടുംബത്തേക്ക്. എന്റെ അമ്മാവ ഒന്ന് മിണ്ടായിരിക്കും, ഓണം കൊണ്ട് തീർന്നില്ല. എന്റെ അണ്ണാ നിങ്ങളൊന്ന് അടങ്ങ്, നിങ്ങളൊന്ന് ബേളം വെക്കില്ല. രാത്രി ആയാലും ക്ലബ്ബുകൾ ഇവിടെ പരിപാടികൾ നടത്തുന്നുണ്ട്. എന്തെങ്കിലും കൊട്ടേഷൻ ആരെങ്കിലും വിളിക്കുക, എന്തെങ്കിലും നിങ്ങൾക്ക് തരാം. ഓണായിട്ട് വല്ല ഇങ്ങേർക്ക് കിട്ടിക്കോട്ടെ. മോളെ ഇവിടെ ക്ലബ്ബുകളിൽ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്, പലയിടത്തും തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തെങ്കിലും കൊട്ടേഷൻ പറഞ്ഞെങ്കിൽ ഇനി ഈ പച്ചപ്പാതിരക്ക് എന്ത് കൊട്ടേഷൻ വരാനാ? ഈ കൊട്ടേഷൻ പറഞ്ഞ ഓണത്തിന് അങ്ങനെ സമയമൊന്നുമില്ല. വെളുക്ക കൊട്ടേഷൻ വരാം. പിന്നെ എനിക്കറിയാന്നുള്ളൂ അല്ലേ ചേട്ടാ, എന്തെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കണം. അതിനുള്ള കച്ചവടമൊന്നും എനിക്കൊന്നും നടന്നില്ല. അങ്ങേർക്ക് എന്തെങ്കിലും കിട്ടിക്കണം, കിട്ടിക്കോട്ടെ, എനിക്കതിൽ നിന്നൊന്നും വേണ്ട. അതല്ലേ. പിന്നെ ഞങ്ങൾ ഇങ്ങനെ രാവിലെ പോലെ അലഞ്ഞതാണ്, ഇതുവരെ ഒന്നും അകത്തോട്ട് പോയിട്ടില്ല. ഒന്നും മേടിച്ചു കൊടുത്തില്ലേ? ഒരു ചായയും 1 വട, അത് തന്നെ കഴിച്ചത് ഈ ഉത്രാടമായിട്ട്. ഇതാണ് മക്കളെ ഉത്രാടപ്പാച്ചില്. ഈ ഓട്ടം എല്ലാം കഴിഞ്ഞിട്ടേ നാളെ സദ്യക്ക് മുന്നേ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. അതെ, തിന്നാനോ കുടിക്കാനോ എന്തേലും എടുത്തോണ്ടോ തങ്ക. കട്ടൻ ചായയും വല്ല ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ എടു. മനുഷ്യൻ രാവിലത്തെ ഇഡലി ഉണ്ടോ? ചിപ്സ് ഒന്നും ഒരു പേര്. ഭക്ഷണം എടുക്കാൻ പറ്റേ. രാവിലെ ഫോൺ വന്നേക്കും. ഹലോ, ആ പുഞ്ചിരി പറഞ്ഞോ. ആ ഓ ഉണ്ട്. എത്ര എണ്ണം വേണം? 1 മതിയാ? 1ആണെങ്കിൽ റെഡി സ്റ്റോക്ക് ഉണ്ട്. തരാം. ഓ, ഒരു അരമണിക്കൂറിൽ എത്തിച്ചേരാം. ഓ ഓക്കെ. ഓ കർത്താവേ, ഇപ്പോഴാണ് സമാധാനമായത്. അതെ സുധാരണ, നമ്മുടെ ഈ പുഞ്ചിരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഒരു കരിയിലമാടനെ വേണമെന്ന് പറഞ്ഞാൽ കരിയിലമാടൻ കെട്ടാൻ പറ്റൂലേ? കരിയിലമാടനോ? മാവേലിയും നടന്നില്ല, പുലിയും നടന്നില്ല. മാടനായാലും മറുതായാലും ഞാൻ റെഡി. ഇതെങ്കിലും നടക്കോ? ഇത് നടക്കും, ഇല്ലെങ്കിൽ ഞാൻ നടത്തും. ഞാനേ ഈ ഈ അണ്ണനെ സുധാരണ കൊണ്ട് കൊടുത്തിട്ട് ദാ പറഞ്ഞേ, വാ ഓടിയാ. ഈ കരിയില മാടലിലെങ്കിലും എന്റെ ഈ ഉത്രാടപ്പാച്ചലൊന്ന് തീർന്നാ മതിയാണ്. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ നേരം വെളിച്ചോളം ഈ ഫാഷൻ ഷോ അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും.